അപ്പോൾ നമുക്ക് റെസിൻ വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യം എന്നുള്ളതൊക്കെ ഒന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഇതൊരു ആൽഫബറ്റിക്കിൻ്റെ മോൾഡാണ് കേട്ടോ. അതുപോലെ പല ഷേപ്പിലുള്ള മോൾഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് പെൻഡൻറ്റ് ഉണ്ടാക്കാനും അതുപോലെ കീ ചെയിനായിട്ടും ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, പല ഷേപ്പിൽ നമുക്ക് മോൾഡുകൾ അവൈലബിൾ ആണ്. ഹേർട്ട് ഷേപ്പ്, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതുപോലുള്ള പല ഷേപ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഇത് ബുക്ക് മാർക്ക്, നമ്മൾ ബുക്ക് മാർക്ക് ഇതിൽ പഠിക്കുന്നുണ്ട്. ഇത് ബുക്ക് മാർക്കിൻ്റെ മോൾഡാണ്. അതുപോലെ തന്നെ ഇതും ബുക്ക് മാർക്കിൻ്റെ മോൾഡാണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് പിഗ്മെൻറ്റ്സ് ആണ്. പലതരത്തിലുള്ള പിഗ്മെൻറ്റ്സ് നമുക്ക് ഉണ്ട്. മൈക്ക പൗഡർ, ആൽക്കഹോൾ, ഇങ്ക്, അതുപോലെ നോർമൽ, ഒപ്പാക്ക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പിഗ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇത് റെസിന്. നമുക്കിത് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? റെസിൻ വേണം അല്ലേ. ഇതാണ് റെസിനും ഹാർഡനറും. ഇത് ടോമോ ആണ് കേട്ടോ. ടോമോ എന്ന കമ്പനിയുടെ റെസിനാണ്. അതുപോലെ ഇത് ജാക്സ് ആണ്. ഇതൊക്കെ നല്ല റെസിനാണ് കേട്ടോ. ജാക്സ്, അതുപോലെ വജ്ര, അങ്ങനെ പല കമ്പനികളിലും നമുക്ക് റെസിന് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ ഐസ്ക്രീം സ്റ്റിക്കും നമുക്ക് ആവശ്യമാണ്. പിന്നെ വരുന്നത് ഇത് UV ടാപ്പാണ്. ഇത് പെൻഡൻറ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് നമുക്ക് ഈ ബേസിൽ നമ്മൾ പെൻഡൻറ്റൊക്കെ ചെയ്യാം, അതിനുള്ളതാണ് UV ടാപ്പ്. പിന്നെ ഇത് ബബിൾ റിമൂവർ സ്പ്രേ, അതായത് നമുക്ക് റെസിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് വരും, ബബിൾസൊക്കെ വരും. അപ്പോൾ അതിന് റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പ്രേ വേണ്ടി വരുന്നത്. ഇതില്ലെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം, അതായത് നമ്മുടെ ലൈറ്റർ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഇത് ട്യൂസർ, അതായത് നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ എന്തെങ്കിലും ഇതിലേക്ക്, അതായത് ഷെല്ലും സ്റ്റോണൊക്കെ നമുക്ക് ഈ വർക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ട്യൂസർ കൊണ്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതല്ലാതെ കൈ കൊണ്ട് ഒരിക്കലും റെസിനിലേക്ക് നേരിട്ടിട്ട് വെച്ച് കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതാണ് ഹാൻഡ് ഡ്രില്ലർ. ഹാൻഡ് ഡ്രില്ലർ എന്ന് പറയുന്നത് നമുക്ക് ഹോൾ ഉണ്ടാക്കാൻ, അതായത് നമ്മളെ റെസിൻ വർക്കിൽ ഹോള് ഇട്ടിട്ട് വേണം നമുക്ക് കീ ചെയിനൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇത് IQ പിന്ന്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് കേട്ടോ ക്ലാസ്സുകളിൽ. അതുപോലെ ഇത് കണക്ടറാണ്. ഇത് ഗോൾഡൻ കളറിലുള്ള കണക്ടർ. കീ ചെയിൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കണക്ടർ നമുക്ക് നമ്മളുടെ ഈ ഒരു വർക്കിലേക്ക്, അതായത് ഇപ്പോൾ ഇങ്ങനൊരു ആൽഫബറ്റിക്കിൻ്റെ കീ ചെയിൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു വർക്കിലേക്ക് നമുക്ക് കീ ചെയിൻ കടക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നതാണ് കണക്ടറൊക്കെ. അത് സിൽവർ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് വേണ്ടത്. അതുപോലെ ഇത് MDF ബോർഡ്, അതായത് നമ്മൾ ക്ലോക്ക് ചെയ്യാനായിട്ടുള്ള ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വർക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അതുപോലെ ഇതൊക്കെ ഗ്ലിറ്റേഴ്സാണ്. ഇതൊക്കെ നമുക്ക് റെസിനിൽ ഭംഗി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ട് ഓരോ പരിചയപ്പെടാം കേട്ടോ.